Hi friends, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനലിന്റെ പേര് ടേസ്റ്റ് ഫാക്ടറി ബൈ കേരള കസിൻസ്. അപ്പോൾ നമ്മുടെ ചലഞ്ചസ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടി. എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചലഞ്ചിന്റെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് 21 നവംബർ ദുബായ് ടൈം 6:30 PM അത് സാറ്റർഡേ ആണ്, അതായത് ഈ വരുന്ന സാറ്റർഡേ ആണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചലഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതായത് ഏത് വീഡിയോ ബന്ധിച്ചിട്ടായിരുന്നു ക്വസ്റ്റ്യൻ, ആ വീഡിയോയുടെ ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലിങ്കിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അതിനുശേഷം ആ വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയുടെ തൊട്ട് താഴെയാണ് നിങ്ങളുടെ ആൻസർ കമൻറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരുപാട് പേര് വന്നിട്ട് ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ച ആ വീഡിയോയുടെ തൊട്ട് താഴെ അവരുടെ ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്തവർക്ക് ഇനിയും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഫുൾ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ കമന്റ് ചെയ്യാവൂ. ഇല്ലെങ്കിൽ കമന്റ് പിക്കർ നിങ്ങളെ ചൂസ് ചെയ്യത്തില്ല. നിങ്ങളുടെ ഒരു ലക്കി ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വരുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പം പുതിയ ആളാണ്, ഓക്കെ, അപ്പം വീഡിയോ ഒരു അറ്റ്ലീസ്റ്റ് 3 minutes എങ്കിലും വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് അതിന് ശേഷം ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ എന്ന് വെച്ചാൽ കുറേ പേര് വന്നിട്ട് കുറച്ച് വീഡിയോ കാണുന്നു, ജസ്റ്റ് അവർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അത് കുറച്ച് നേരം കഴിയുമ്പോൾ, അതായത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അപ്ഡേഷൻ വരുമ്പം അത് ഓട്ടോമാറ്റിക്കാ അൺസബ്സ്ക്രൈബായി പോകുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ ലിസ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ വരുന്നതിൽ ഒരു 50% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ 2 ഗീവ് അവേ ചലഞ്ചും വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് നടന്നത്. അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ എടുത്തു. എന്താണെന്ന് വെച്ചാൽ, ഇനി ഇത് കഴിഞ്ഞിട്ടും ഞങ്ങൾ ഓരോ മാസവും കുറച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് അതാത് മാസങ്ങളുടെ മന്ത് എൻഡിൽ ഇതുപോലൊരു ചലഞ്ച് ഉണ്ടാവും, ഒരെണ്ണം. അതിന് ആ മാസത്തിൽ എത്ര വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു വീഡിയോ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ. അതും കൂടി നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. തുടർന്നും എല്ലാവരും നമ്മുടെ എല്ലാ വീഡിയോസും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം, നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഇൻസ്പിറേഷൻ. നമ്മുടെ ഫസ്റ്റ് ചലഞ്ചിന്റെ വിന്നറിനെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തായിരുന്നു ലൈവിൽ. അപ്പോൾ എല്ലാവരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും ലൈവ് കണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അതിൻ്റെ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്തത് 1 രൂപിക, ദെൻ ലവ്ലി സിസ്റ്റർ, പിന്നെ ടോപ്പ് ഫാനായിട്ട് സുമിത്രി മഹേഷ്. അപ്പോൾ എല്ലാവർക്കും ഓൺസ് അഗെയിൻ കൺഗ്രാറ്റ്സ് ഓൾ വിന്നേഴ്സ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ചലഞ്ചുമായിട്ട് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. സെക്കൻഡ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ മൂന്നാമത്തെ ചലഞ്ചിൽ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഇത് ഞങ്ങൾ ദുബായ് ഗാർഡൻ ഗ്ലോയിൽ പോയിട്ടുണ്ട്. ആ വീഡിയോനെ ബേസ് ചെയ്തിട്ടാണ് മൂന്നാമത്തെ ചലഞ്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ എത്ര വർഷമായിട്ട് ദുബായിലുണ്ട്, അത് ആ വീഡിയോയ്ക്കിടയിൽ ഞാൻ പറയുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ കുറച്ച് ലവിൻ്റെ സിമ്പിൾസ് വെച്ചിട്ട് ഒരു സ്ഥലമുണ്ട്, അതിന് സ്പെസിഫിക് ആയിട്ടൊരു പേര് പറയുന്നുണ്ട്, അതെന്താണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അവിടെ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റുള്ളായിരുന്നു, അത് ഏത് പാർക്കിലാണ്. ഇതാണ് 3 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ദുബായ് ഗാർഡൻ ഗ്ലോയിൽ പോയ ആ വീഡിയോയുടെ ലിങ്ക് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക, ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ആ വീഡിയോയിലേക്ക് പോകും. അവിടെ ചെന്നതിന് ശേഷം മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് താഴെയല്ല, ദുബായ് ഗാർഡൻ ഗ്ലോയുടെ അവിടെ. എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. ഇനി നിങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? ഇപ്പോൾ ടോട്ടൽ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കോമ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കോമ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നാലാമതൊരു കാര്യം, നിങ്ങളുടെ ഈ കമൻറ്റിന് കിട്ടുന്ന മാക്സിമം ലൈക്ക്, അതും ഞങ്ങൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നതാണ് വിന്നറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എങ്ങനെയാണ് വിന്നറിനെ ചൂസ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇതിപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൻ്റെ 3 ആൻസറും കറക്റ്റ് ആയിരിക്കണം. അത് കമൻറ്റ് പിക്കർ വഴി നമ്മൾ 5 പേരെ ചൂസ് ചെയ്യും. അതിനുശേഷം കൂടുതൽ ലൈക്ക് കിട്ടിയ ആൾ, അതൊരു പക്ഷേ ഈ 5-ൽ വരത്തില്ലായിരിക്കാം,
അപ്പോൾ നമ്മൾ മാനുവലി നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയതും കൂടുതൽ ആൻസർ, അതായത് 3 കറക്റ്റ് ആൻസർ ചെയ്തതുമായിട്ടുള്ള 2 ആൾക്കാരെ കൂടി സെലക്ട് ചെയ്യും. അപ്പം നേരത്തെ 5 പേരെ എടുത്തു, ലൈക്കിന്റെ ബേസിൽ 2 പേരെ എടുത്തു. അപ്പം ടോട്ടൽ 7 ആൾക്കാർ. അപ്പൊ ഈ 7 പേരുടെ പേരെഴുതി ഞങ്ങളൊരു ലോട്ടിടും. അതിന്ന് ഒരാളെ സെലക്ട് ചെയ്യും. ഇതെല്ലാം നമ്മൾ ലൈവിലായിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് വാച്ച് ചെയ്യാം. പേരുന്ന് ഒരാൾ നമ്മുടെ വിന്നർ ആയിരിക്കും. അയാൾക്ക് 1000 രൂപ വർത്ത് വരുന്ന ഗിഫ്റ്റ് വൗച്ചർ ആമസോണിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം എന്ത് ഗിഫ്റ്റ് വേണമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ പ്രൊമോഷൻ ഞങ്ങളുടെ ആനിവേഴ്സറി പ്രമാണിച്ചാണ്. ടിൽ 23 ജനുവരി 2021 വരെ ഇത് നീണ്ടു പോകുന്നതാണ്. നമ്മുടെ ഫൈനൽ വിന്നർ എന്ന് പറയുന്നത്, അതായത് മെഗാ വിന്നറിന് 5000 റുപ്പീസ് വർത്ത് ആമസോൺ ഗിഫ്റ്റാണ്. നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പ്രൊമോഷനിൽ പങ്കെടുക്കുക. ഗോൾഡൻ ചാൻസ് ആരും പാഴിക്കളയരുത്. എല്ലാവരും പങ്കെടുക്കുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അറിയിക്കാം. പിന്നെ ഇന്ന് ഞാൻ ചോദിച്ച ഈ ഒരു ചലഞ്ചിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചലഞ്ചിന്റെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഈ വരുന്ന സാറ്റർഡേ ആണ്. പങ്കെടുക്കാത്തവർക്ക് ഇനിയും ടൈമുണ്ട്. അതിന് വേറെ കണ്ടീഷനൊന്നുമില്ല. നിങ്ങൾ കറക്റ്റ് ആൻസർ അവിടെ ചെന്ന് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് പിക്കർ വഴിയാണ് ചൂസ് ചെയ്യുന്നത്. ലൈക്ക്, ഷെയർ വേറെ ഒന്നും ബാധകമല്ല. ജസ്റ്റ് ആ വീഡിയോ കാണുക, കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുക. അത് സിമ്പിളാണ്, ട്രിക്കിയാണ്. ഒരൊറ്റ പ്രാവശ്യം ശ്രദ്ധിച്ചൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സാറ്റർഡേ ലൈവിൽ കാണാം. അത് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ദുബായ് ഗാർഡൻ ഗ്ലോയി പോയിന്റ് സെക്കൻഡ് പാർട്ട് ഡൈനോസർ പാർക്ക്. സൂപ്പറാണ്. നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്ത് കാണുക. ഇതിന്റെ തൊട്ട് പിറകെ അതും അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ലൈവിൽ കാണാം. ബൈ.